സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം, പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 2 രാജാക്കന്മാർ 4-2 വാക്യം. 2 രാജാക്കന്മാർ 4 ഒരു പാവം വിധവ പ്രവാചകനായ ഏലീശയോട് ഒരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. തൻ്റെ കൈവശമുള്ള സാധനങ്ങൾ പട്ടിക തയ്യാറാക്കാൻ പ്രവാചകൻ പറഞ്ഞു. ഒപ്പം അയൽക്കാരിൽ നിന്നും സഹായം തേടുവാനും തൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുവാനും അവൻ പറഞ്ഞു. ദാനിയേലിൻ്റെ അത്ഭുതകരമായ പ്രദർശനത്തിലൂടെ ദൈവം വിധവയുടെ ചെറിയ അളവിലുള്ള എണ്ണ അവൾ അയൽക്കാരിൽ നിന്നും ശേഖരിച്ച മുഴുവൻ പാത്രങ്ങളും നിറയ്ക്കാൻ ഇടയായി. ഏലീശ അവളോട്, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. നമുക്കില്ലാത്തതിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കുള്ളത് കൊണ്ട് ദൈവം ചെയ്യുവാൻ പോകുന്ന വൻകാര്യങ്ങൾ നാം നഷ്ടപ്പെടുത്തുന്നു. എപ്പോഴാണ് ദൈവം നിങ്ങളുടെ വിഭവങ്ങൾ അത്ഭുതകരമായി വർദ്ധിപ്പിച്ചത്? നിങ്ങളുടെ സമൂഹത്തിലൊരു വലിയ ആവശ്യത്തിന് നിങ്ങളുടെ വിഭവങ്ങളും മറ്റുള്ളവരുടെ ദാനങ്ങളും കൂട്ടിച്ചേർത്ത് ഉപയോഗിച്ച് എപ്പോഴാണ്? പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എനിക്ക് നൽകിയ സകലത്തെയും വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നതിൽ നന്ദിയുള്ളവനും ശ്രദ്ധാലുവായിരിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.